ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. ഇത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച് സുപ്രസിദ്ധ സിനിമാ സംവിധായകനും സിനിമാ ലോകത്തെ ജീവാത്മാവുമായ ശ്രീ സത്യൻ അന്തിക്കാട് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ കുറിപ്പ് വൈറലായിരിക്കുന്നു. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിലുണ്ടായിരുന്ന കാലം ഒരു ധനിക കുടുംബത്തിലെ സുന്ദരിയായ പെൺകുട്ടി ഗാന്ധിയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടയായി ആശ്രമത്തിൽ ചെന്നു. ആഡംബര ജീവിതം മടുത്തു കഴിഞ്ഞ അവൾക്ക് ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കണം. ലളിത ജീവിതം നയിച്ച് ഒരു സാധാരണ ശിഷ്യയായി ആശ്രമത്തിൽ കൂടണം. അവിടുത്തെ ഏത് ജോലിയും ചെയ്യുവാൻ തയ്യാർ. ഗാന്ധിജി അവളുമായി സംസാരിച്ചു. ഒരു കാപട്യവുമില്ലാത്ത കുട്ടി. അവളുടെ ആഗ്രഹം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി അവളെ സ്വീകരിച്ചു. ആശ്രമത്തിൻ്റെ നടത്തിപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന മാനേജറെ വിളിച്ച് ഇനി മുതൽ ഇവളും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നും ആശ്രമത്തിലെ ഏതെങ്കിലും ജോലികൾ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു. അവൾക്ക് കിട്ടിയ ആദ്യത്തെ ജോലി 80 വയസ്സ് കഴിഞ്ഞ പട്ടികജാതിയിൽപ്പെട്ട ഒരു വൃദ്ധൻ്റെ പരിചരണമായിരുന്നു. മാനസിക നില തെറ്റിയ അയാളുടെ മുറി വൃത്തിയാക്കണം, കുളിപ്പിക്കണം, വസ്ത്രം ധരിപ്പിക്കണം, മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടണം. അതിരാവിലെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുന്ന അവളെ എതിരേൽക്കുക അസഹ്യമായ ദുർഗന്ധമാണ്. മലമൂത്ര വിസർജനമൊക്കെ അയാൾ ആ മുറിയിൽ തന്നെയാണ് നിർവഹിച്ചിരുന്നത്. അതെല്ലാം കോരിക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കുമ്പോൾ സുബോധമില്ലാത്ത വൃദ്ധൻ അസഭ്യവാക്കുകൾ കൊണ്ട് ചീത്ത വിളിക്കും. എല്ലാം സഹിച്ച് ഒരാഴ്ചയോളം ഈ ജോലി ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആകെ വശം കെട്ടു. പക്ഷേ ഗാന്ധിജിയോടുള്ള ആദരവ് മൂലം ഒരു പരാതിയും ഉന്നയിച്ചില്ല. ഒരു ദിവസം ഗാന്ധിജി അതുവഴി വന്നപ്പോൾ ദുർഗന്ധം വമിക്കുന്ന ആ മുറി വൃത്തിയാക്കുന്ന പെൺകുട്ടിയെ കണ്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഗാന്ധിജി അത് ശ്രദ്ധിച്ചു. അന്ന് മാനേജറെ വിളിച്ച് അവൾക്ക് മറ്റെന്തെങ്കിലും ചുമതല നൽകണമെന്ന് ഗാന്ധി പറഞ്ഞു. തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുകയോ പച്ചക്കറികൾക്ക് വളമിടുകയോ ഒക്കെ ചെയ്യുന്ന ജോലി. അത് അവൾക്ക് വലിയ ആശ്വാസമായി. പൂർണ്ണ തൃപ്തിയോടെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു ദിവസം അവൾക്ക് തോന്നി, താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ആരായിരിക്കും ചെയ്യുന്നത്? വെറുതെ ഒരു കൗതുകം. പിറ്റേന്ന് അതിരാവിലെ അവൾ ആ വൃദ്ധൻ്റെ മുറിക്കടുത്തു ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ഗാന്ധിജി തന്നെ ആ ജോലികൾ ചെയ്യുന്നതാണ്. അവൾ അമ്പരന്ന് പോയി. ആ പെൺകുട്ടിയുടെ ഈ അനുഭവക്കുറിപ്പ് വായിച്ച് ഗാന്ധിജിയുടെ നിത്യവിമർശകനായിരുന്ന ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ ആരാധകനായി മാറിയെന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. മഹാത്മാഗാന്ധിയെപ്പറ്റി ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ തെളിയുന്നത് ഈ സംഭവമാണ്. പ്രഖ്യാപനങ്ങൾ നടത്തുകയും അണികളോട് ആഹ്വാനം ചെയ്യുകയും ഒന്നുമല്ല ഗാന്ധിജിയുടെ രീതി. തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ സ്വയം ചെയ്യും. മറ്റുള്ളവർക്ക് അത് മാതൃകയായി മാറുന്നത് പിന്നീടാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി വായിക്കുന്നത്. അന്ന് അതിൻ്റെ ആഴമൊന്നും മനസ്സിലായിട്ടില്ല. ഗാന്ധിജിയുടെ ആത്മകഥ ഞാനും വായിച്ചിട്ടുണ്ടെന്ന് മേനി പറയാൻ ഉപകരിച്ചു എന്ന് മാത്രം. മനസ്സ് ചിത്തി വായിക്കുന്നത് മുതിർന്നതിനു ശേഷമാണ്. അപ്പോഴേക്കും ഗാന്ധിജിയുടെ ജീവിത വീക്ഷണങ്ങൾ അറിയാതെ തന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൻ്റെ അവസാന ഭാഗത്ത് ഐമനം സിദ്ധാർത്ഥന് ഐറിൻ എന്ന കഥാനായിക ഗാന്ധിജിയുടെ പുസ്തകം നൽകുന്നുണ്ട്. നിങ്ങളൊക്കെ മറന്നു തുടങ്ങിയ ഒരു മനുഷ്യൻ്റെ കഥയാണ്, വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ജനസേവകർ ഇപ്പോഴും ഗാന്ധിജിയെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. രാഷ്ട്രീയം തൊഴിലാക്കിയവർക്ക് ആ അജ്ഞാത ഒരു അനുഗ്രഹം തന്നെയാണ്. തന്നേക്കാൾ ചെറിയവനായി ആരുമില്ല എന്ന് വിശ്വസിച്ച് ജീവിച്ച ആ മനുഷ്യനെ അവർക്കൊന്നും മാതൃകയാക്കാനാവില്ലല്ലോ. സമരങ്ങൾ അക്രമാസക്തമാകുമ്പോൾ ആദ്യം കല്ലേറ് കൊള്ളുന്നത് ഗാന്ധിജിക്കാണ്. അഹിംസയല്ല,
രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് അധികാരത്തിലേക്കുള്ള എളുപ്പവഴി എന്ന് വിശ്വസിക്കുന്നവർക്ക് ഗാന്ധിജി കാലഹരണപ്പെട്ട ഒരാശയമാണ്. അവർ ഗാന്ധി പ്രതിമകൾ തകർക്കും. ശിരസറ്റ ഗാന്ധിജിയുടെ രൂപം ടി വിയിലും പത്രങ്ങളിലും കാണുമ്പോൾ അറിയാതെ നെഞ്ചിനുള്ളിൽ ഒരു വിങ്ങലുണ്ടാകാറുണ്ട്. വിദേശികൾക്ക് ഇപ്പോഴും ഇന്ത്യ ഗാന്ധിജിയുടെ നാടാണ്. വർഷങ്ങൾക്ക് മുമ്പ് സിനിമകൾ സംവിധാനം ചെയ്തു തുടങ്ങിയ ആദ്യകാലത്ത് ലണ്ടനിൽ വെച്ച് ഒരു സിനിമ ചിത്രീകരിക്കുവാനുള്ള അവസരമുണ്ടായി. 80കളുടെ തുടക്കത്തിലാണ് മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രം. ഗാന്ധി എന്ന സിനിമ ലോകം മുഴുവൻ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അത്. ലണ്ടനിലെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് സമയത്ത് ചിത്രീകരണത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ബ്രിട്ടീഷുകാരായ നാട്ടുകാർ മുന്നോട്ട് വന്നിരുന്നു. ഷൂട്ടിങ്ങിനുള്ള അനുവാദം വാങ്ങാനും ഇടയ്ക്ക് ഭക്ഷണം എത്തിക്കുവാനുമൊക്കെ അവർ തയ്യാറായി. ഗാന്ധിജിയുടെ നാട്ടുകാരല്ലേ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമുണ്ടാകാൻ പാടില്ല, അതായിരുന്നു പരിഗണനയ്ക്കുള്ള കാരണം. ഗാന്ധിയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബറോയും ഗാന്ധിയായി അഭിനയിച്ച ബെൻ കിൻസ്ലിയുമൊക്കെ അന്ന് ലണ്ടനിലുണ്ട്. പോകുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് നേരിട്ട് കാണുവാൻ പറ്റുമോ എന്ന് നടൻ സുകുമാരന് ഒരാഗ്രഹമുണ്ടായി. ബഹദൂറും ശങ്കരാടിയും നെടുമുടി വേണുവുമൊക്കെ ഉള്ളപ്പോഴാണ് സുകുമാരൻ്റെ ചോദ്യം. ബഹദൂർക്ക പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആരും അത് കാര്യമായി എടുത്തില്ല. പക്ഷേ ബഹദൂർ വിദഗ്ധമായി അതിനുള്ള സാഹചര്യമൊരുക്കി. അന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ബഹദൂറിൻ്റെ അടുത്ത ബന്ധുവായ ഡോക്ടർ സെയ്ഫ് മുഹമ്മദ് ആയിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്ത്യ ഹൗസിൽ ഗാന്ധിയിലെ കലാകാരന്മാർക്കും ഇന്ത്യയിൽ നിന്നുള്ള സിനിമാ സംഘത്തിനും ഒരുമിച്ചൊരു വിരുന്ന് സൽക്കാരം ഏർപ്പാടാക്കി. കടം വാങ്ങിയ ഡിന്നർ സൂട്ടൊക്കെ അണിഞ്ഞ് ഞങ്ങൾ ഇന്ത്യ ഹൗസിൽ ചെന്നു. നടി ജലജയും അമ്മയും മാത്രമാണ് ആകെയുള്ള സ്ത്രീ സാന്നിധ്യം. ആറ്റൻബറോ അടക്കമുള്ളവരൊക്കെ നേരത്തെ എത്തിയെങ്കിലും ഗാന്ധിയായി അഭിനയിച്ച ബെൻ കിൻസ്ലിയെ മാത്രം കാണാനില്ല. ഡിന്നർ ആരംഭിച്ചപ്പോഴാണ് ബെൻ കിൻസ്ലി ഓടിക്കിതച്ച് എത്തിയത്, വലിയൊരു ക്ഷമാപണത്തോടെ. അദ്ദേഹം അന്ന് അവിടെ ഒരു നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നുവത്രേ. മേക്കപ്പ് പോലും മാറ്റാതെയാണ് ഞങ്ങൾക്കരികിലെത്തിയത്. അതിശയിച്ചു പോയി. ഗാന്ധിയായി ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ നേടിയ നടൻ, ആ വർഷത്തെ ഓസ്കാർ അവാർഡ് ജേതാവ്, അദ്ദേഹമാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. അടുത്തു നിൽക്കുമ്പോൾ നമ്മുടെ സ്വന്തം ഒരാളെന്ന തോന്നലായിരുന്നു ഞങ്ങൾക്കൊക്കെ. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ഗാന്ധിയല്ലേ. ഗാന്ധിജിയുടെ ഇരുണ്ട നിറം കിട്ടാൻ വേണ്ടി മാസങ്ങളോളം അറ്റൻബറോ തന്നെ വെയിലത്തു കിടത്തിയെന്ന് ബെൻ കിൻസ്ലി തമാശ പറഞ്ഞു. ഗാന്ധിജി തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് ഒരാശയം തന്നെയാണ് മഹാത്മാഗാന്ധി. ഈ ഉയർച്ചകളിൽ അഹങ്കരിക്കാത്തവരെ കാണുമ്പോൾ നമ്മൾ ഗാന്ധിയെ ഓർക്കും. സമ്പന്നതയ്ക്കുള്ളിലും ലളിത ജീവിതം നയിക്കുന്നവരെ കാണുമ്പോഴും അലിവോടെ നിരാലംബരുടെ കണ്ണുനീരൊപ്പുന്നവരെ കാണുമ്പോഴും ഗാന്ധിജി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഭാരതീയൻ എന്ന് അഭിമാനം കൊള്ളാൻ എന്നും നമുക്ക് ഒരേയൊരു ഗാന്ധിജി മാത്രം. ശ്രീ സത്യൻ അന്തിക്കാട്.